നാരായണായ. നാരായണീയം ദശകം 29 അമൃതാഹരണവും അസുരനിഗ്രഹവും. പാലാഴി മഥനത്തിൻ്റെ 3-ാമത്തെ ഭാഗമാണ് ഈ ദശകം. അമൃത കലശവും വഹിച്ചുകൊണ്ട് ഉയർന്നു വന്ന ധന്വന്തരിയെ കണ്ടിട്ട് അമൃതത്തിൻ്റെ പേരിൽ അത്യാശ തോന്നിയ അസുരന്മാർ എന്തു ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ദശകം തുടങ്ങുന്നത്. ഉദ്ഗച്ഛതസ്തവ കരാദമൃതം ഹരൽസു ദൈത്യേഷു താന ശരണാനനുനീയ ദേവാൻ സദ്യസ്ഥിരോദതിഥദേവ ഭവത്പ്രഭാവാൻ ഉദ്യത്സ്വയുധ്യകലഹാദിതിജാഭൂ. പാലാഴിയിൽ നിന്ന് ഭഗവാന്റെ തന്നെ അംശമായ ധന്വന്തരി മൂർത്തി അമൃതകലശവും കൊണ്ട് ഉയർന്നു വന്നു എന്നാണ് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞത്. ആ ധന്വന്തരി മൂർത്തിയെ കണ്ട് ദേവന്മാർ സന്തോഷത്തോടെ ആ ദേവനെ സ്തുതിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അസുരന്മാർ ആ അമൃതകലശം തട്ടിയെടുത്തു കൊണ്ടുപോയി. ഇത് അവിടെയുള്ളവരാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ദേവന്മാരുടെ അവസ്ഥ എന്തായിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അവർക്ക് വേണ്ടിയാണ് പാലാഴി മഥനം ചെയ്തത് തന്നെ. മാത്രമല്ല അവരും കൂടി അമൃത് ലഭിക്കാൻ കഷ്ടപ്പെട്ടവരാണ്. എന്നിട്ട് അതൊന്ന് ശരിക്കും കാണുന്നതിനോ ആ കലശമൊന്ന് തൊട്ടുനോക്കുന്നതിനോ മുമ്പായി അസുരന്മാർ അത് തട്ടിയെടുത്തു കളഞ്ഞു. അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന ദേവന്മാരെ അല്ലയോ ഭഗവാനെ അവിടുന്ന് അനുനയ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്നും മറഞ്ഞു. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല. ഈ അസുരന്മാരാകട്ടെ ഭഗവാനെ അവിടുത്തെ പ്രേരണയാൽ അവിടുത്തെ മായാശക്തി കൊണ്ട് തമ്മിൽ കലഹിക്കാൻ തുടങ്ങി. ഇത് ആർക്കാണ്, ഈ അമൃത് ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്? അസുരന്മാരിൽ കുറച്ചെങ്കിലും ധാർമ്മിക ബോധമുള്ള ചിലർ പറഞ്ഞു, ദേവന്മാർക്കും ഇതിൽ നിന്ന് കുറച്ച് കൊടുക്കണം, കാരണം അവരും മഥനം ചെയ്തതല്ലേ. മറ്റു ചിലർ പറഞ്ഞു, ഇത് നമ്മുടെ മാത്രം ശക്തി കൊണ്ട് നേടിയെടുത്തതാണ്, നമുക്കല്ലാതെ വേറൊരാൾക്കും ഇതിൽ അവകാശമില്ല. ഇങ്ങനെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി തമ്മിൽ കലഹിക്കാൻ തുടങ്ങി. ഭഗവാൻ മോഹിനി രൂപം സ്വീകരിക്കുന്നു. ശ്യാമാം രുചാപി വയസാപി തനും തദാനീം പ്രാപ്തോസി തുംഗകുജമണ്ഡലബങ്കുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്ഛ സർവേ തൃഷ്ണാകുലാ പ്രതിയയുസ്ത്വദുരോചകുംഭേ. ദേവന്മാരെ ആശ്വസിപ്പിച്ച ശേഷം പെട്ടെന്ന് മറഞ്ഞ ഭഗവാൻ ശ്യാമവർണ്ണത്തോടു കൂടിയവളും യൗവനത്തിൻ്റെ മാദക സൗന്ദര്യം തുളുമ്പി നിൽക്കുന്നവളുമായി അതിമനോഹരിയായ മോഹിനി രൂപത്തിലാണ് എല്ലാവരുടെയും മുന്നിൽ അവതരിച്ചത്. അങ്ങനെ അസുരന്മാരെ തന്നിൽ ആകൃഷ്ടരാക്കി മയക്കിക്കളയുന്ന തരത്തിലുള്ള ചേഷ്ടകളൊക്കെ കാണിച്ചു നിൽക്കുന്ന മോഹിനി രൂപം കണ്ടപ്പോൾ അമൃതകുംഭത്തിന് വേണ്ടി കലഹിച്ചു കൊണ്ടിരുന്ന അസുരന്മാർ മോഹിനിയുടെ സൗന്ദര്യാതിശയത്തെ കണ്ട് ആശ്ചര്യം പൂണ്ട് എല്ലാം മറന്ന് നോക്കി നിന്നു. അപ്പോൾ മേൽപ്പത്തൂർ ഇവിടെ പറയാണ്, അസുരന്മാർ അമൃത് പങ്കുവെക്കണമെന്നും അത് അമൃത് കഴിക്കണമെന്നുമുള്ള ചിന്തയെല്ലാം മറന്നു. അങ്ങനെ അവർ അമൃതകുംഭത്തോടുള്ള ആശയൊക്കെ വിട്ടിട്ട് മോഹിനിയുടെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നവരായി തീർന്നു. എങ്ങനെയാണ് ഈ സൗന്ദര്യരത്നത്തെ വശീകരിക്കാം എന്ന് ചിന്തിച്ച് അവർ മോഹിനിയുടെ അടുത്തേക്ക് നടന്നു. അസുരന്മാർ അമൃത് പകുത്തു തരാൻ മോഹിനിയോട് ആവശ്യപ്പെടുന്നു. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാം ഇത്യാരൂഢരാഗവിവശാനഭിയാചതോമൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യ ഇത്യാലവന്നബി സുവിശ്വസിതാനതാനി. അസുരന്മാർ മോഹിനിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ സുന്ദരി, ഭവതി ആരാണ്? എന്തായാലും ഭവതി ഇപ്പോൾ ഇവിടെ വന്നത് നന്നായി. ഞങ്ങൾ ഈ അമൃതത്തെ ചൊല്ലി കലഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അമൃത് ഭവതി തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായി പങ്കുവച്ചാലും. അപ്പോൾ അവരെ അങ്ങ് മയക്കി കളയുന്ന തരത്തിൽ മോഹിനി പറയാണ്, നിങ്ങൾ എന്നെ ആദ്യമായല്ലേ കാണുന്നത്, ഞാൻ നിങ്ങളെ ചിലപ്പോൾ വഞ്ചിച്ചേക്കാം. എന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഞാൻ പതിവ്രതയായ ഒരു സ്ത്രീയല്ല എന്ന് മധുരമായി തൻ്റെ അംഗവിക്ഷേപങ്ങളാൽ കൊഞ്ചിക്കുഴഞ്ഞങ്ങനെ പറഞ്ഞപ്പോൾ അസുരന്മാർ മോഹിനിയിൽ കൂടുതൽ വിശ്വാസമുള്ളവരായി തീർന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്രകാരം ഉള്ളതുപോലെ പറയുന്ന ഭവതിയെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഈ അമൃത് പകുത്തു തരാൻ ഏറ്റവും യോഗ്യതയുള്ളത് ഭവതിക്ക് തന്നെയാണ്. അതുകൊണ്ട് ഭവതി ഇത് ഞങ്ങൾക്ക് പങ്കുവെച്ചു തരണം.
അങ്ങനെ ഭഗവാൻ അസുരന്മാരെ മോഹിനിയിൽ പൂർണ്ണമായും വിശ്വാസമുള്ളവരാക്കി തീർത്തു. മോഹിനി അമൃത് വിളമ്പിക്കൊടുക്കുന്നു. മോദാത് സുധാ കലശമേഷു ദദൽസു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹധ്വമിതി ബ്രുവാണ പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ ലീലാവിലാസഗതിഭിഃ സമദാ സുധാം താം. ഇപ്രകാരം ഉള്ളു തുറന്ന് സംസാരിക്കുന്ന സുന്ദരിയായ മോഹിനിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അസുരന്മാർ സന്തോഷത്തോടുകൂടി അമൃതകുംഭം മോഹിനിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോഴും മോഹിനി രൂപം പൂണ്ട ഭഗവാൻ തൻ്റെ ലീലയാടിക്കൊണ്ട് ഒന്നുകൂടി കൊഞ്ചിക്കുഴഞ്ഞ് അവരെ വശത്താക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വല്ലതും ഞാൻ കാണിച്ചാൽ എന്നോട് ക്ഷമിച്ചേക്കണേ. നിങ്ങൾ ഒരു പന്തിയിലിരിക്കുക, ദേവന്മാർ മറ്റൊരു പന്തിയിലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവശങ്ങളിലായി അവരെ പന്തി തിരിച്ചിരുത്തിയിട്ട് ആടിക്കുഴഞ്ഞങ്ങനെ നടന്നുകൊണ്ട് ദേവന്മാർക്ക് മാത്രം അമൃത് വിളമ്പാൻ തുടങ്ങി. അസുരന്മാർ ഒന്നും മിണ്ടാതെ വളരെ അനുസരണയോടുകൂടി മോഹിനിയുടെ സൗന്ദര്യമാകുന്ന അമൃതും പാനം ചെയ്തുകൊണ്ട് എല്ലാം മറന്ന് അങ്ങനെ ഇരുന്നുപോയി. ഇപ്രകാരം ദേവന്മാർക്ക് അമൃത് വിളമ്പിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അസ്മാസ്വയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വധ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സുർഭാനുമർദ്ധപരിപീത സുധം വ്യലാവി. ഇപ്രകാരം ദേവന്മാർക്ക് അമൃത് വിളമ്പുന്നതിനിടയിലും മോഹിനി അസുരന്മാരെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ മോഹിനിയുടെ സൗന്ദര്യത്തിൽ വശംവദരായ അസുരന്മാർ ഇവൻ നമ്മുടെ മാത്രം പ്രണയിനിയാണ് എന്ന് വിശ്വസിച്ച് മിണ്ടാതിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ, അല്ലയോ ഭഗവാനെ, അവിടുന്ന് ആ അമൃത് മുഴുവനും ദേവന്മാർക്ക് മാത്രമായി വിളമ്പിയെത്തിച്ചു. ഇതിനിടയിൽ രാഹു എന്ന അസുരൻ ഈ അമൃത് തങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേവന്മാരുടെ പന്തിയിൽ ഒരു ദേവന്റെ രൂപത്തിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ വന്നിരുന്നു. അങ്ങനെ മോഹിനി അമൃത് വിളമ്പിക്കൊണ്ടുവരവേ രാഹുവിനും വിളമ്പി. എന്നാൽ പെട്ടെന്ന് തന്നെ അതൊരു അസുരനാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ സാക്ഷാൽ രൂപമെടുത്ത് കുറച്ച് അമൃത് കഴിച്ചുപോയ ആ അസുരന്റെ തല തൻ്റെ സുദർശനം കൊണ്ട് അറുത്തു കളഞ്ഞു. അപ്പോഴേക്കും രാഹു കുറച്ച് അമൃത് കഴിച്ചിരുന്നു. അതുകൊണ്ട് രാഹുവിൻ്റെ തലയ്ക്ക് അമരത്വം സംഭവിച്ചു. ഉടൽ കേതുവായി മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ രാഹുവിനെയും കേതുവിനെയും ബ്രഹ്മാവ് ഗ്രഹങ്ങളാക്കി തീർത്തു. എന്നാൽ ഇവിടെ രാഹു തന്നെ ഒറ്റിക്കൊടുത്തത്, അതായത് തൻ്റെ കളവ് ഭഗവാനോട് സൂചിപ്പിച്ചത് സൂര്യചന്ദ്രന്മാരാണെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് രാഹുവിന് സൂര്യചന്ദ്രന്മാരോട് വിദ്വേഷമുണ്ടായി എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റിക്കൊടുത്ത സൂര്യനെയും ചന്ദ്രനെയും രാഹു വിഴുങ്ങുന്നു. അതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എന്നാണ് നമ്മുടെ പുരാണ സങ്കല്പം. ഇവിടെ ദേവന്മാർക്ക് അമൃത് ലഭിച്ചു, അസുരന്മാർക്ക് ലഭിച്ചില്ല. കാരണം ദേവന്മാർ എപ്പോഴും ഏതൊരു വിഷമഘട്ടത്തിലും ഭഗവാനെ ആശ്രയിക്കുന്നവരാണ്. എന്നാൽ അസുരന്മാരാകട്ടെ എല്ലാം തങ്ങളുടെ ബലം കൊണ്ടാണ് സാധിക്കുന്നത് എന്ന് അവരുടെ ബലത്തിൽ അഹങ്കരിക്കുന്നവരാണ്. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നവരോടൊപ്പം എപ്പോഴും ഭഗവാൻ തുണയായിട്ടുണ്ടാകും. അതുകൊണ്ട് നാം നമ്മുടെ ബലത്തിൽ അഹങ്കരിക്കാതെ നമുക്കുള്ള ബലം ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് വിശ്വസിച്ച് എല്ലാം ഭഗവാനിൽ അർപ്പിക്കണം എന്നാണ് ഈ കഥയിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഇപ്രകാരം അത്യാർത്തി മൂലം ഭഗവാന്റെ കയ്യിൽ നിന്ന് അമൃതകലശം തട്ടിയെടുത്ത അസുരന്മാർക്ക് തക്ക ശിക്ഷ കൊടുത്തുകൊണ്ട് ഭഗവാൻ മറഞ്ഞു. പിന്നീട് എന്തുണ്ടായി എന്ന് 6-ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ഭാഗത്തിൽ കേൾക്കാം.